പാമുലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവുണ്ടെങ്കിൽ വിചാരണയ്ക്കിടെയും കേസെടുക്കാമെന്ന് സുപ്രീം കോടതി. സോളാർ കേസിൽ നിലവിലെ അന്വേഷണ സ്ഥിതി അറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി. VSS സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. പാമോയിലിൻ ഇറക്കുമതിയിലൂടെ സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടമുണ്ടായ സമയത്ത് ധനമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് VS അച്യുതാനന്ദൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. അഴിമതിയിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ച് തെളിവ് ലഭിച്ചാൽ കേസെടുക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. നിലവിൽ വിചാരണ നടക്കുന്ന തൃശൂർ വിജിലൻസ് കോടതിക്ക് വിചാരണയുടെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കാം. ഇതിന് ഹൈക്കോടതി പരാമർശങ്ങൾ തടസ്സമാകരുത്. ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ നൽകിയ ഹർജി 2013 കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ വിധിന്യായത്തിൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന പരാമർശം ഹൈക്കോടതി നടത്തിയതും സുപ്രീം കോടതി തള്ളി. ഈ പരാമർശങ്ങൾ വിചാരണ കോടതിയെ ഒരു തരത്തിലും സ്വാധീനിക്കപ്പെടാൻ പാടില്ലെന്നാണ് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയത്. ഹൈക്കോടതി ജഡ്ജിയുടെ എതിരായിട്ടുള്ള പരാമർശങ്ങൾ ഇല്ലാതെ തന്നെ കേസ് ട്രയലിൽ പുതിയ തെളിവുകളോടുകൂടി വിചാരണ ചെയ്യാൻ ഉള്ളൊരു സൗകര്യം സുപ്രീം കോടതി തന്നു. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയല്ല കേസിൽ ഇടപെടുന്നതെന്ന VS അച്യുതാനന്ദന്റെ നിലപാട് സുപ്രീം കോടതി അംഗീകരിച്ചു. 2006 തന്നെ പാമോയിലിൻ കേസിൽ കക്ഷി ചേരാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നുവെന്ന VSന്റെ വാദവും അംഗീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് TS താക്കൂറിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പാമോയിലിൻ കേസിൽ ഉമ്മൻചാണ്ടിയുടെയും UDF സർക്കാരിന്റെയും ആരോപണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന പരാമർശങ്ങളൊന്നും ബാധിക്കാതെ വേണം ഇനി വിചാരണ കോടതി കേസ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സുപ്രീം കോടതിക്ക് മുമ്പിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. പാമുലിൻ കേസിൽ കൂടുതൽ തെളിവുമായി വിചാരണ കോടതിയെ സമീപിക്കുമെന്നും ഉമ്മൻചാണ്ടി കേസിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. തന്നെ പിൻവലിക്കാൻ 2005 മുതൽ ശ്രമിച്ച ഉമ്മൻചാണ്ടിക്ക് ഇനി കേസ് പിൻവലിച്ച് രക്ഷപ്പെടാനാകില്ല. ഇന്നത്തെ സുപ്രീം കോടതി വിധിയോടെ കൂടുതൽ തെളിവുകൾ വിചാരണ കോടതിയിൽ നൽകാനുള്ള സ്ഥിതി സംജാതമായി. എനിക്കെതിരെ കോടതി വാക്കാൽ പറഞ്ഞ പരാമർശനങ്ങൾ വിചാരണ സ്വാധീനിക്കരുതെന്നും കോടതി പറഞ്ഞു. ഉചിതമായ ഘട്ടത്തിൽ തെളിവുകളുമായി ഞാൻ വിചാരണ കോടതിയെ സമീപിക്കും. പാമുലിൻ കേസിൽ വിധി വന്ന ശേഷം പ്രതികരിക്കാമെന്ന് VM സുധീരൻ പറഞ്ഞു. എന്താണ് എക്സാക്ട് അറിയാതെ പറയുന്നത് ഒരു ഉചിതമല്ല. വൈകുന്നേരം അതിനാവശ്യമെങ്കിൽ റിയാക്ഷൻ കൊടുക്കാമെന്നല്ലാതെ ഞാനത് കൃത്യമായിട്ട് നമുക്കൊന്ന് സുപ്രീം കോടതി പരാമർശം ആയതുകൊണ്ട് അതിന്റെ എക്സാക്ട് വേഡിങ്സ് അറിയാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. സോളാർ തട്ടിപ്പ് കേസുകളിലെ നിലവിലെ സ്ഥിതി അറിയിക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. കേസ് അന്വേഷണം CBIക്ക് കൈമാറണമെന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ ഹർജിയിലാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് AN ഷഫീഖ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ നിലനിൽക്കുന്ന സോളാർ തട്ടിപ്പ് കേസുകളുടെ വിശദാംശങ്ങൾ 10 ദിവസങ്ങൾക്കകം കോടതിയെ അറിയിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. വൈദ്യുതി പോസ്റ്റുകളിൽ കേബിൾ വലിക്കാൻ റിലയൻസിന് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. 2400 കോടി രൂപയുടെ കരാറാണ് റദ്ദാക്കിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പരാതിയിലാണ് ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവ്. ഗോകുലം ഗോപാലനെതിരായ പരാമർശത്തിൽ VM സുധീരനെതിരെ ബിജു രമേശും രംഗത്ത്. അരുവിപ്പുറത്ത് സുധീരൻ പോയത് ക്രിമിനൽ സ്വഭാവമുള്ളയാളുടെ അവാർഡ് സ്വീകരിക്കാനെന്ന് ബിജു രമേശ്. ആശ്രമം വിളിച്ചിട്ടല്ല സുധീരൻ പോയത്. അബ്കാരികളോട് പണം വാങ്ങിയ ആളാണ് സുധീരനെന്നും ബിജു രമേശ് പീപ്പിളിനോട് പറഞ്ഞു. അതനുസരിച്ച് വിളമ്പുന്ന ഇതാണ്. അപ്പോൾ സുധീരൻ്റെ ഇപ്പോഴത്തെ വീക്ക്നെസ്, പഴയ മദ്യവും മധുരത്തിൻ്റെ വീക്ക്നെസ്സുകളൊക്കെ അദ്ദേഹം മാറിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയ വീക്ക്നെസ്, അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് അവാർഡാണ്. അപ്പോൾ അവാർഡുമായിട്ട് ചെന്നപ്പോഴത്തേക്കും അദ്ദേഹം അവാർഡ് കയറി പിടിച്ചു. അവാർഡ് മോഹിച്ച് നടക്കുന്ന പലയിടത്തും ഈ പൾപ്പ് ഫൗണ്ടേഷൻ തുടങ്ങി പല വേദികളിലും പല സ്കൂളുകളിലും പലയിടത്തും ചെന്ന് അവാർഡ് വാങ്ങുന്നത് നമുക്ക് കാണാം. VM സുധീരൻ്റെ ഫോട്ടോ പത്രത്തിൽ കണ്ട മിക്കവാറും അതിൻ്റെ അടിയിൽ അവാർഡ് വാങ്ങുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഇത്രയും അഴിമതി പറഞ്ഞല്ലോ. ഈ അഴിമതി ഇപ്പോൾ ഞാൻ ശ്രീ KM മാണിയുടെ പേരിൽ ബഡ്ജറ്റ് കച്ചവടം തൊട്ടുള്ള അഴിമതികൾ കംപ്ലീറ്റ് പറഞ്ഞു. അദ്ദേഹം നല്ലൊരു സത്യവാനാണ്. ഈ പറയപ്പെടുന്ന ഗാന്ധിയനാണെങ്കിൽ എന്തുകൊണ്ട് ആ അഴിമതിയെതിരെ ഒരു വാക്ക് പോലും അദ്ദേഹം സംസാരിച്ചില്ലോ? അദ്ദേഹം LDF യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ബാർകോഴ ആരോപണത്തിൽ മാണിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിന് മുന്നോടിയായാണ് യോഗം. ദേശീയ ഗെയിംസ് അഴിമതിയും യോഗത്തിൽ ചർച്ചയാകും. അതേസമയം ദേശീയ ഗെയിംസ് അഴിമതി ആരോപണങ്ങൾ പ്രസക്തമാണെന്നും ഗെയിംസ് സമിതികളിൽ നിന്ന് പിന്മാറിയത് ജയിലിൽ കിടക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണെന്നും പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഗെയിംസ് അഴിമതി സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് M വിജയകുമാറും
വ്യക്തമാക്കി. വിവാദ വ്യവസായി നിസാം കാറിടിപ്പിച്ച സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസാണ് മരണമടഞ്ഞത്. നിസാമിനെതിരെ കൊലക്കുറ്റം ചുമത്തും. ജനുവരി 29 പുലർച്ചെയാണ് തൃശൂർ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ ശോഭ സിറ്റിയിലെ താമസക്കാരനായ വ്യവസായി മുഹമ്മദ് നിസാം കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രബോസിന് 2 ആഴ്ചക്കിടയിൽ 3 ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. അക്രമത്തിൽ ചന്ദ്രബോസിന്റെ ചെറുകുടലിനും വൻകുടലിനും നിരവധി മുറിവുകൾ സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ കിഡ്നിയുടെ പ്രവർത്തനവും പൂർണ്ണമായി നിലച്ചു. അബോധാവസ്ഥയിലായ ചന്ദ്രബോസ് ഉച്ചയോടെയാണ് മരിച്ചത്. മണലൂർ കണ്ടശാങ്കടവ് കാപ്പുങ്ങലാണ് ചന്ദ്രബോസിന്റെ വീട്. ഭാര്യയും 2 കുട്ടികളുമുള്ള ചന്ദ്രബോസിന് 48 വയസ്സായിരുന്നു. ശോഭ സിറ്റിയുടെ ഗേറ്റ് തുറക്കാൻ വൈകിയെന്ന കാരണം പറഞ്ഞായിരുന്നു ചന്ദ്രബോസിനെ മുഹമ്മദ് നിസാം ക്രൂരമായി മർദ്ദിച്ചത്. രക്ഷപ്പെടാൻ ശ്രമിച്ച ചന്ദ്രബോസിനെ വാഹനത്തിൽ പിന്തുടർന്ന് ഇടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. അവശനിലയിലായ ചന്ദ്രബോസിനെ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്ന് തന്നെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. മുഹമ്മദ് നിസാമിനെ അറസ്റ്റ് ചെയ്ത അന്നു തന്നെയാണ് കൊച്ചി കടവന്ത്രയിലെ നിസാമിൻ്റെ ഫ്ളാറ്റിൽ നിന്നും കൊക്കൈനുമായി യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നിസാമിനെ ഇയാളുടെ വ്യാപാര മേഖലയായ ബാംഗ്ലൂരിലും മറ്റിടങ്ങളിലും കൊണ്ടുപോയി തെളിവെടുത്തിരുന്നു. എന്നാൽ മയക്കുമരുന്നുമായി ബന്ധമുള്ള തെളിവുകളൊന്നും ലഭിച്ചില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിസാമിനെതിരെ കാപ്പ നിയമം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചിരുന്നെങ്കിലും അത്തരം നടപടികൾ ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല. നിസാമിൻ്റെ ഉന്നത ഇടപെടലാണ് ഇതിന് കാരണമെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദിയും സിരിസേനയും വ്യക്തമാക്കി. ശ്രീലങ്ക ചൈനയുമായി അടുക്കുന്നു എന്ന ആശങ്കകൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് സൈനികേതര ആണവോർജ്ജ സഹകരണ കരാറിൽ ഇന്ത്യയും ശ്രീലങ്കയും ഒപ്പുവെച്ചത്. ഉഭയകക്ഷി ബന്ധങ്ങൾ പുതിയ തലങ്ങളിലേക്ക് വളരുകയാണ് ഇതിലൂടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വാണിജ്യ വ്യവസായ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ ഉദാരവും മനുഷ്യത്വപരവുമായ നിലപാടുകൾ സ്വീകരിക്കാൻ 2 രാജ്യങ്ങളും തീരുമാനിച്ചു. മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ സഹകരണവും ഇതിനായി തേടും. ഇന്ത്യയിലെ ശ്രീലങ്കൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് എല്ലാ സഹായവും ചെയ്യും. 100,000-ഓളം ശ്രീലങ്കൻ തമിഴരാണ് ഇന്ത്യയിലുള്ളത്. മാർച്ച് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്ക സന്ദർശിക്കാനും തീരുമാനമായി. സ്ഥാനമേറ്റ ശേഷം ആദ്യത്തെ വിദേശയാത്രയാണ് സിരിസേനയുടേത്. തിരുപ്പതി ക്ഷേത്രവും ബോധഗയയും സന്ദർശിച്ച ശേഷം അദ്ദേഹം 18-ന് തിരിച്ചുപോകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൈരളി അറേബ്യയുടെ ഉദ്ഘാടന ചടങ്ങിന് 10,000-ങ്ങളാണ് എത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് വരെ കാണാത്ത ബഹുജന സാന്നിധ്യമായിരുന്നു. കൈരളി അറേബ്യയുടെ ഉദ്ഘാടന ചടങ്ങിന് 1,50,000-ഓളം പേരാണ് അബുദാബി ആംഡ് ഫോഴ്സ് ക്ലബിലേക്ക് ഒഴുകിയെത്തിയത്. ഗൾഫ് രാജ്യങ്ങളിൽ ഒരിടത്തും ഇന്നേവരെ കാണാത്ത ബഹുജന സാന്നിധ്യം അക്ഷരാർത്ഥത്തിൽ അബുദാബി ആംഡ് ഫോഴ്സ് ക്ലബിനെ വീർപ്പുമുട്ടിച്ചു. മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ഗൾഫ് രാജ്യങ്ങളിലെ ബഹുജന സ്വാധീനത്തിന്റെ ദൃഷ്ടാന്തമായി ഉദ്ഘാടന ചടങ്ങ് മാറി. സ്ത്രീകളും കുട്ടികളുമടങ്ങിയ ബഹുജനങ്ങൾ അബുദാബി ആംഡ് ഫോഴ്സ് ക്ലബിന്റെ മൈതാനത്തിനകത്തും പുറത്തും തിങ്ങി നിറയുകയായിരുന്നു. UAE-യിൽ നിന്നു മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എത്തിയ ജനസമുദ്രം ആവേശത്തിരയിളക്കി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ചലച്ചിത്ര രംഗങ്ങളിലെ നിറസാന്നിധ്യങ്ങൾ ജനസമൂഹത്തിന് സാക്ഷ്യം വഹിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും എത്തിയപ്പോൾ ജനം ഹർഷാരവം മുഴക്കി. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, ഗൾഫിലെ വ്യവസായ പ്രമുഖരായ MA യൂസഫ് അലി, രവി പിള്ള, PNC മേനോൻ, അറ്റ്ലസ് രാമചന്ദ്രൻ എന്നിവർ വേദിയിലെത്തി. ചലച്ചിത്ര താരങ്ങളായ ദിലീപ്, ജയറാം, ഇന്നസെന്റ്, സിദ്ദിഖ്, മുകേഷ്, ദുൽഖർ സൽമാൻ, കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമുട്, മനോജ് കെ ജയൻ, ആശാ ശരത്, റീനു മാത്യൂസ്, ഉഷ നൈല തുടങ്ങിയവരുടെ സാന്നിധ്യവും ഉദ്ഘാടന ചടങ്ങിന്റെ മാറ്റുകൂട്ടി. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ഡയറക്ടർമാരായ A വിജയരാഘവൻ, PA സിദ്ധാർത്ഥ മേനോൻ, TR അജയൻ, VK അഷ്റഫ്, MM മോനായി, AK മൂസ മാസ്റ്റർ, CK കരുണാകരൻ, മുൻ ഡയറക്ടർ A റഷീദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. വർണ്ണശബളമായ ചടങ്ങുകൾ ഉദ്ഘാടന ചടങ്ങിന്റെ മികവ് വർദ്ധിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അബുദാബി. CPM സംസ്ഥാന സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20 മുതൽ 23 വരെ നടക്കുന്ന സമ്മേളനത്തിൽ 14 ജില്ലകളിൽ നിന്നായി 600 പ്രതിനിധികൾ പങ്കെടുക്കും. 23-ന് 1,00,000 ചുവപ്പ് സേനാംഗങ്ങൾ അണിനിരക്കുന്ന പരേഡും 1,00,000 ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 19-ന് സമ്മേളന നഗരിയിലെത്തുന്ന പതാക, കൊടിമര, ദീപശിഖ റാലികൾക്ക് ആവേശകരമായ സ്വീകരണമാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. 20-ന് സമ്മേളന നടപടികൾക്ക് ഔപചാരിക തുടക്കമാകും. കളർക്കോട് SK ഓഡിറ്റോറിയത്തിലെ കൃഷ്ണപിള്ള നഗറിലാണ് പ്രതിനിധി സമ്മേളനം. 20-ന് രാവിലെ 10:30-ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ 25 പുഷ്പചക്രങ്ങൾ സമർപ്പിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗം VS അച്യുതാനന്ദൻ സമ്മേളന നഗറിൽ ചെങ്കൊടി ഉയർത്തും. 600 പ്രതിനിധികൾക്ക് പുറമെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട 200 പ്രമുഖ വ്യക്തികളും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും.
സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. 23-ന് പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി 1,00,000 ചുവപ്പ് സേനാംഗങ്ങൾ അണിനിരക്കുന്ന പരേഡും 1,00,000 ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി ജി സുധാകരൻ MLA പറഞ്ഞു. ഈ ഉദ്ഘാടന വേദിയിൽ ഈ 600ഓളം പ്രതിനിധികളെ കൂടാതെ കേരളീയ സമൂഹത്തിൽ പൊതുവെ എല്ലാവരും ബഹുമാനിക്കുന്ന 200ഓളം വ്യക്തികളെ ഞങ്ങളതിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. അവർക്ക് അവിടെ പ്രത്യേക ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സീതാറാം യെച്ചൂരി, എസ് രാമചന്ദ്രൻപിള്ള, കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, വൃന്ദ കാരാട്ട്, AK പത്മനാഭൻ എന്നീ ദേശീയ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചരിത്ര പ്രദർശനം, വിവിധ വിഷയങ്ങളെ അധികരിച്ച സെമിനാറുകൾ എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. KSEBയുടെ കുത്തക പ്രീണന നയത്തിൽ പ്രതിഷേധിച്ച് കേരള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ പട്ടത്തെ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് M. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെറുകിട കേബിൾ TV ശൃംഖലയെ തഴഞ്ഞ റിലയൻസിന് വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കാൻ അനുമതി നൽകിയത് KSEBയുടെ ഇരട്ടത്താപ്പാണെന്ന് M. വിജയകുമാർ പറഞ്ഞു. സമരം ശക്തമാക്കുമെന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ മുന്നറിയിപ്പും നൽകി.